ഞാനിപ്പോൾ 2 ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഞാൻ എന്താണ് പറയുന്നതെന്ന് ക്ലിയറായി കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. നമ്മുടെ ഭാവനയെ പാലക്കാടിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPM വലിയൊരു പദ്ധതിയിടുന്നു. CPMൻ്റെ വലിയ മുതിർന്ന നേതാവായ MV ഗോവിന്ദനും പിണറായി വിജയനും ചർച്ച നടത്തിയെന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനു മുമ്പ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭാവനയോടൊരു കാര്യം പറയുകയാണ്. ഭാവന, ഈ ഓഡിയോ ക്ലിപ്പ് ആരാണ് തയ്യാറാക്കിയത്? ഈ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങളെ വളരെ വളരെ മോശമാക്കിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആരാണ് ഈ ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയത്? അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. എനിക്കെങ്ങനെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടി എന്നെല്ലാം ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മോശമാക്കി സംസാരിക്കുന്നത് വളരെ വളരെ തെറ്റാണ്. അതിനുശേഷം പാലക്കാടിൽ എന്തുകൊണ്ടാണ് പാലക്കാടിൽ ഈ പറയുന്ന ഭാവനയെ മത്സരിപ്പിക്കാൻ CPM പദ്ധതിയിടുന്നത്, അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നമ്മുടെ രാഹുലിൻ്റെ വാദം കോടതിയിൽ കഴിഞ്ഞു. ഓക്കെ, എന്താണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ വിവരം, എന്താണ് കോടതിയിൽ ഇന്ന് നടന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു നോക്കാം. ഓക്കെ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാവന, അതിജീവിതയായ ഭാവന CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് റിപ്പോർട്ട്. CPM സ്ഥാനാർത്ഥിയായി ഭാവന എത്തുന്നതിനെക്കുറിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഭാവനയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ക്രിസ്തുമസ് വിരുന്നിൽ പ്രധാന അതിഥിയായി എത്തിയത് ഭാവനയായിരുന്നു. ഭാവനയെ മത്സരിപ്പിച്ചാൽ സ്ത്രീകളുടെ വോട്ട് ഇടതുപക്ഷത്തേക്ക് ഏകോപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് CPMൻ്റെ വിശ്വാസം. കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ കേരള മനസാക്ഷിയിൽ ഭാവനയ്ക്ക് ഒരിടമുണ്ട്. തന്നെ പീഡിപ്പിച്ചവർക്കെതിരെ ശക്തമായി പോരാടിയ ധീര വനിതയാണ് ഭാവന. ഭാവനയ്ക്ക് വേണ്ടി കേരള സർക്കാർ നിലകൊള്ളുന്നു ഇപ്പോഴും ശക്തമായി തന്നെ. ഭാവനയെ പീഡിപ്പിച്ച സംഭവത്തിൽ അപ്പീലുമായി പോവുകയാണ് കേരള സർക്കാർ. നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ ചങ്ങായി? ഈ ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയ ആ വൃത്തികെട്ടവനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഇതൊരു പെൺകുട്ടിയല്ലേ? സത്യം പറഞ്ഞാൽ ഇതാരാണ് ഇങ്ങനൊരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയതെന്ന് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം പറഞ്ഞുതരാം. ഈ നായി, അവനെ നായിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ആ നായി ഇങ്ങനെ പറയുമ്പോൾ ഭാവനയുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് പറയുന്നത്, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ, അതിജീവിത എന്നൊക്കെ. ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ? ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളില്ലേ? അപ്പോൾ ഒരു പെണ്ണിന് അങ്ങനെ എന്തെങ്കിലും വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഭാവനക്ക് അങ്ങനെ ഉണ്ടായോ ഇല്ലേ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായി അതിനെ പറയുന്നത് നല്ലതാണോ? ഇവന് വിവരമില്ലേ? വിദ്യാഭ്യാസമില്ലേ? ആരാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ആ പരമത്തേണ്ടി നമ്മുടെ ഭാവനയുടെ ഫോട്ടോസ് ഇങ്ങനെ സ്ക്രീനിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട പെണ്ണെന്നൊക്കെ. ഇതൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചങ്ങായിൻ്റെ ചാനൽ തന്നെ ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ CPM ഭാവനയെ കളത്തിലിറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവന സംബന്ധിച്ചാൽ 100% കളത്തിലിറക്കും. അതും പാലക്കാടിൽ തന്നെ കളത്തിലിറക്കും. ഓക്കെ, ഇതിൻ്റെ താഴെ കമൻ്റായി കുറേ പേരിടുന്നത് പാലക്കാടിൽ രാഹുലിനെതിരെ ഭാവനയെ ഇറക്കണമെന്നാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, പാലക്കാടിൽ ഇപ്പോൾ ഭാവന എന്നല്ല, ആര് വന്ന് മത്സരിച്ചാലും, പിണറായി വിജയൻ വന്ന് മത്സരിച്ചാലും, രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ രാഹുൽ ജയിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം രാഹുലിനെയാണ് ഇവിടെ ചതിക്കപ്പെട്ടത്. മൂന്നാമത്തെ അതിജീവിത രാഹുലിനെ വിളിക്കുന്ന, വാടാ രാഹുലെ, ഒരു 3 മണിക്കൂർ എനിക്ക് നിന്നെ വേണം രാഹുലെ, രാഹുലുമായിട്ട് എനിക്ക് കാറിൽ ഡ്രൈവ് ചെയ്യണം രാഹുലെ എന്നൊക്കെ കെഞ്ചുന്ന ചാറ്റ്സ് ഞാനും നിങ്ങളും കണ്ടതാണ്. ഓക്കെ, ഞാൻ ബാക്കി ഓഡിയോ ക്ലിപ്പ് വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നോക്കൂ, ഞാനും നിങ്ങളും മനുഷ്യന്മാരാണ്. നമ്മളെ ഒരു സ്ത്രീ എനിക്ക് പേഴ്സണലി എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് പറയുകയാണ്, ബ്രോ ഒന്ന് വരോ, ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു, എനിക്ക് നിന്നെ കാണണം, ഒരു 3 മണിക്കൂർ എനിക്ക് നിന്നെ വേണം, നിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യണം, എനിക്ക് പ്ലീസ് ഡാ എന്നൊക്കെ വന്ന് നിരന്തരം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിക്കോളും. ഞാൻ പോകുന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു നാച്ചുറൽ കൾച്ചർ അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു സ്ത്രീയോട് പറയുകയാണ്, നിരന്തരം ഒരു പുരുഷൻ നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, ബാടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. മനുഷ്യന്മാരല്ലേ, ഒരു സുപ്രഭാതത്തിൽ പോകൂലേ? രാഹുലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. മൂന്നാമത്തെ അതിജീവിത നിരന്തരം നമ്മുടെ രാഹുലിനെ വിളിക്കുകയാണ്, വാടാ. അവസാന വിഷയം രാഹുൽ പോയിനോ ഇല്ലേ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ഓക്കെ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, കോടതിയിൽ എന്താണ് നടന്നത് എന്ന്. അപ്പോൾ ഇവിടെ CPM ഭാവനയെ ഇറക്കാൻ സാധ്യതയുണ്ട്. പാലക്കാടിലെങ്ങാനും ഭാവനയെ ഇറങ്ങിക്കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മുടെ രാഹുൽ കുടുങ്ങിയത് എല്ലാവർക്കും അറിയാം, അതിജീവിത എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിജീവിത മത്സരിക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനയെ കളത്തിലിറക്കിയാൽ ഉറപ്പായിട്ടും അത് വലിയൊരു ബെനിഫിറ്റ് തന്നെ CPM ഉണ്ടാവും. കുറേ സ്ത്രീപക്ഷ വോട്ട് CPM ഉറപ്പായിട്ടും പോകും, അതിൽ യാതൊരു തർക്കവുമില്ല. ഭാവന അതിന് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഈ ചെറ്റ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭാവനയ്ക്ക് കേരളത്തിലുള്ള സ്വാധീനം CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. എന്തായാലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ഭാവന എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഭാവനയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇനി കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഭാവനയാണ്. മുഖ്യമന്ത്രിയുമായും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായും നല്ല ബന്ധമാണ് ഭാവനയ്ക്ക്. അതുകൊണ്ട് തന്നെ ഭാവന ഇവർ പറയുന്നത് നിരസിക്കില്ല എന്നത് ഉറപ്പാണ്. ഭാവനയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണമാണ് CPM ലക്ഷ്യം ഇടുന്നത്. ഏതു മണ്ഡലമാണ് ഭാവനയ്ക്ക് നൽകുന്നത് എന്ന് തീരുമാനിച്ചിട്ടില്ല. സുരക്ഷിത മണ്ഡലം ഭാവന. ഓക്കെ ഇതിൻ്റെ താഴെ കുറേ പേര് കമൻ്റ് ഇടുന്നത് രാഹുലിനെതിരെ ഭാവനയെ മത്സരിപ്പിക്കണമെന്നാണ്. എന്തിനാണ്? ഞാൻ പറയുന്നത് ഭാവന ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് മത്സരിക്കാതിരിക്കുന്നതാണ് ഭാവനക്ക് നല്ലത്. എന്തിനാണ്? അതായത് നമുക്കൊക്കെ ഭാവന വലിയൊരു കഴിവുള്ള സ്ത്രീയാണ്. അവരുടെ ഒരു സിനിമയുടെ ടീസറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. രാഷ്ട്രീയത്തിന് പോയി കഴിഞ്ഞാൽ കരിയർ തന്നെ ഇല്ലാതാവുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആരായിരുന്നു സുരേഷ് ഗോപി? നിലവിൽ എങ്ങനെയാണോ നമ്മൾ മമ്മൂക്കയെയും പിന്നീട് നമ്മുടെ ലാലേട്ടനെയും നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത്, അതേ റെസ്പെക്റ്റ് ആയിരുന്നു നമ്മൾ സുരേഷ് ഗോപിക്ക് മുമ്പ് കൊടുത്തത്. ഇപ്പം എന്തായി? ആരെങ്കിലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു ഗതികേട് ഭാവനക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അത് നല്ലതല്ല എന്നാണ്. കമ്മികൾ വിചാരിക്കുന്നത് ഭാവനയെ കളത്തിലിറക്കി കഴിഞ്ഞാൽ ജയിക്കും പാലക്കാടിൽ. ഒരു കാര്യം ഞാൻ ആദ്യം കമ്മികളോട് പറയുകയാണ്, പാലക്കാടിൽ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ, സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ 100% രാഹുൽ ജയിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ബിഗ് ബോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ബിഗ് ബോസ് റിവ്യൂറാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരാളെ നമ്മൾ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് കേരളം സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ബിഗ് ബോസിൽ 90 ദിവസം വരെ അനീഷായിരുന്നു വിന്നർ ആവേണ്ടത്. എല്ലാവരും പ്രഖ്യാപിച്ചു അനീഷ് തന്നെയാണ് വിന്നർ, കാരണം അനീഷ് അത്രയും ജനപിന്തുണയുണ്ട്. എന്നാൽ ബിഗ് ബോസ് തീരാൻ ഏറ്റവും അവസാന 10 ദിവസം ഇരിക്കെ അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻ്റായ അനുമോളെ എല്ലാവരും ആക്രമിച്ചു, കൂട്ടത്തോടെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അവളെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ തെറി വിളിക്കുന്നു, അങ്ങനെയൊക്കെ ആവുന്നു. അപ്പോൾ ഈ അനീഷിന് കിട്ടിയ വോട്ടൊക്കെ അനുമോൾക്ക് പോവുകയാണ്. കാരണം കേരളം അങ്ങനെയാണ്, നമ്മുടെ നാട് അങ്ങനത്തെ ഒരു നാടാണ്. അത് നല്ലൊരു നാടെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു. അതായത് നമ്മൾ പരസ്പരം എന്ത് വേണമെങ്കിലും പറയും, പക്ഷേ നമ്മളിൽ ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, പാലക്കാടിൽ നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ 100% രാഹുൽ അവിടെ വിജയിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അദ്ദേഹത്തെ അല്ല ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ആദ്യ പരാതി അതായത് ആ പെണ്ണാണ് ചതിച്ചത് നമ്മുടെ രാഹുലിനെ. ഭർത്താവുള്ള കാര്യം രാഹുലിന് അറിയില്ലായിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. കുടുങ്ങിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനെന്ന്. രണ്ടാമത്തെ കേസ് 23-കാരിയാണ് രാഹുലിനെതിരെ വന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടോ ഇല്ലേ, അതിനുശേഷം ആ കേസ് എന്തായി എന്നും ആർക്കും അറിയില്ല. അതിൻ്റെ രണ്ടാമത്തെ കേസിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ആ കേസിൽ മൈലിൽ വന്ന കേസാണ്. ആ കേസിൽ പ്രധാനമായും പറഞ്ഞത് ഫെന്നി നിനാൻ, നമ്മുടെ രാഹുലിൻ്റെ അടുത്ത സുഹൃത്തായ ഫെന്നി നിനാനാണ് ഹോം സ്റ്റേക്ക്, അതായത് രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഫ്ലാറ്റിലേക്ക് രാഹുലിനെ വിട്ടത് ഫെന്നി നിനാൻ എന്നാണ് ആ പരാതിയിൽ പറഞ്ഞത്. ഫെന്നി നിനാനെ ചോദ്യം ചെയ്തോ? ഇല്ല. ഫെന്നി നിനാൻ എന്നെ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു പെണ്ണുള്ളതേ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഫെന്നി നിനാൻ പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഇല്ല, വെറുതെ രാഹുലിനെ കുടുക്കിയതാണ്. മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പെണ്ണ് പറഞ്ഞത് 2024 എന്നെ രാഹുൽ പീഡിപ്പിച്ചത് എന്ന്. നോക്കൂ നിങ്ങൾ, 2025 രാഹുലിന് വീണ്ടും ആ പെണ്ണ് മെസ്സേജ് അയച്ച് പറയുകയാണ്, 3 മണിക്കൂർ ഒന്ന് നിന്നെ കിട്ടോ, എനിക്ക് നിന്റെ കൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം. അത് നിങ്ങൾ കൗതുകം, 2024 എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെണ്ണ് 2025 നവംബറിൽ രാഹുലിന് മെസ്സേജ് അയക്കുകയാണ്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് രാഹുലിനെ, അല്ലേ? നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ എന്തായാലും ആരാണ് ഭാവനയുടെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്? പൊളിറ്റിക്സ് കേരള എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ്. നോക്കൂ നിങ്ങൾ, 8500 വീഡിയോസാണ് ഇദ്ദേഹം അപ്ലോഡ് ചെയ്തത്. 242K സബ്സ്ക്രൈബേഴ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇത്രയും വലിയൊരു മനുഷ്യനാണ്, ഇത്രയും വലിയൊരു ചാനലാണ് ഇത്തരത്തിൽ വൃത്തികെട്ട വാർത്ത വിട്ടത്. അവർക്ക് പറയാം,
ഭാവനയെ CPM മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. എന്തിനാണ് വ്യഭിചാരി എന്നല്ല, സോറി, ഓക്കെ, പീഡനക്കാരി അതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ഇടുന്നത് അത് വളരെ വളരെ തെറ്റാണ്. നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ റിച്ച് കിട്ടും, 4 വ്യൂസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെയും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പേഴ്സണലി അറിയില്ല ഭാവനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന്. ഇദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ പേഴ്സണലി അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ നമ്മുടെ രാഹുലിൻ്റെ വാദം കഴിഞ്ഞു. എന്താണ് അവിടെ നടന്നത്? നാളെയാണ് ജഡ്ജി സാറ് വിധി പറയുന്നത്. ഓക്കെ, ഇന്ന് അതായത് അടച്ചിട്ട ഒരു കോടതി റൂമിലാണ്, അടച്ചിട്ട മുറിയിലാണ് വാദം കേട്ടത്. രാഹുലിൻ്റെ ഭാഗം രാഹുൽ പറഞ്ഞു. അതായത് ഈ മെയിനായിട്ടും രാഹുലിൻ്റെ വക്കീൽ കൊടുത്ത തെളിവ് 2024 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ 2025 പെൺകുട്ടി വിളിക്കുന്നുണ്ട്, സൗഹൃദം പുളി. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കൂ. ആ പെണ്ണ് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കോ, നിന്നെ കാണണം ബ്രോ, 3 മണിക്കൂർ നിന്നൊന്ന് എനിക്ക് വേണം, നിന്റെ കൂടെ എനിക്ക് കാറിൽ ഡ്രൈവ് ചെയ്യണമെന്ന് ആരെങ്കിലും പറയോ? അതൊക്കെയാണ് നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ കോടതിയിൽ പ്രധാനമായും പറഞ്ഞത്. കേസ് അട്ടറിൽ പാളി എന്നാണ് കേട്ടത്. ഒരു പക്ഷേ അതിജീവിത കോടതിയിൽ കരഞ്ഞ് കാള് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ജാമ്യം കൊടുക്കൂല. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നാളെ നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ്. ഉറപ്പായിട്ടും ജാമ്യം കിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് കിട്ടുന്ന വിവരം, അതായത് പൊളിറ്റിക്സ് കേരളയിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.